മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ. ഈ പ്രായത്തില് ലേശം അടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേത്. അപ്പൊ പിന്നെ ലാഭം വീണാ പോരാ പറ്റിപ്പോയി. എന്താ കുട്ടി തരയണേ? എന്താ തരയണേ? എന്താ കാശ് പോയോ? പിന്നെ മൊബൈലോ? എന്താ പോയി? സ്വർണ്ണം പോയോ? പിന്നെ എന്ത് വരില്ല? ആരെ അച്ഛന്റെ വെരല് കാണാനില്ലാന്നോ? എന്താ ഈ പറയണത്? വെരല് ഇവിടെ വെരല് പൂവ് അല്ല. അപ്പൊ അത് അച്ഛറിഞ്ഞില്ലേ? അച്ഛനറിയാൻ പറ്റില്ല. അച്ഛന് ഷുഗർ കൂടിയിട്ട് കാല് മൊത്തം മരവിച്ചിരിക്കല്ലേ. ഇത് ആരും മുറിച്ചെടുത്ത മതിയാണല്ലോ. ശരിയെന്നെ. ഇത് വെച്ചാല് കാലിന്റെ വിരലിന് സ്വർണ്ണ മോതിരിട്ടുണ്ടാവും, കള്ളം കൊണ്ടുണ്ടാവും. എന്താണ് മോളെ? അറിഞ്ഞിട്ടില്ല. ഒന്നുമില്ല കടന്നോളി. ഒന്നുമില്ല. അതെ കുട്ടി പറയണ്ടേ, പറയാണ്ട് എങ്ങനെയാണ് മൂപ്പരുടെ കാലല്ലേ. അതെ പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കാലിന്റെ തള്ളവരലുണ്ടല്ലോ, അതിപ്പോ കാണാനില്ല. അതെന്നെ മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞു കൂട്ടി. ഈ കാലിന്റെ കാണാനില്ല തള്ളവരല്. ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എലിശല്യം ഉണ്ട് എന്ന്. എന്റെ മുടിയിലെ ഒരു സൈഡ് ഉണ്ടോ സംശയം? അല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ആശുപത്രിക്കാരുടെ അടുത്തേ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക. ഇതിപ്പോ സമാധാനിക്ക്. എന്താ വെച്ചാ ഈ വിരല് പോയിട്ട് മൂപ്പരത് അറിഞ്ഞിട്ടില്ല, വേദനയില്ല. ശരിയാണ്. ഇക്കൊക്കെ ഒരു സൈഡ് അല്ല നമുക്കിപ്പോ ഇവിടെ ആരെയും അറിയിപ്പിക്കാനോ? അപ്പൊ എന്താ വെച്ചാൽ കരഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ നിങ്ങൾ വേണം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. മരിച്ചിട്ടൊന്നുമല്ല ചങ്ങായി. ആ ചങ്ങായിയുടെ കാലിന്റെ വിരല് കാണാനില്ല ഇപ്പൊ ഇവിടെ. എന്ത് വിരലേ? എന്താ കുട്ടികൾ പറഞ്ഞ എങ്ങനെ വിരല് പോണത്? അതാ പറഞ്ഞ മൂപ്പന്റെ വിരല് എന്താ പോയി. ഇവിടെ ഇവര് പറയുന്നതാ. നോക്ക് അത് ആ കുട്ടിക്ക് തല കറങ്ങുന്നു പറഞ്ഞില്ലേ? അങ്ങനെ വേറെ വഴിയിൽ കൊണ്ടുപോയാൽ അല്ലാണ്ട് ആശുപത്രിയിലല്ല പണിക്ക്. അടച്ചു. ഞങ്ങൾ എന്താ വേണ്ട അതൊന്ന് പറയ്. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് വലിയ പരാതിയാണെങ്കിൽ ആ സൂപ്രണ്ടിന് ഒരു പരാതി എഴുതി കൊടുക്കുക. ഈ ഒരു കടലാസില് ഒന്ന് എഴുതിയിട്ടേ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അത് തന്നെ. ആശുപത്രി ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതന്നെ പറഞ്ഞു. അല്ലാണ്ട് വിരല് പോയാൽ കുഴപ്പമില്ല, കാല് പോയാൽ കുഴപ്പമില്ല എന്ന് പറയല്ല വേണ്ടേ. അതെ എല്ലാവരും മറ്റേ കാലൊക്കെ ബെഡിന്റെ മുകളിൽ എലീനെ പിടിക്കാൻ നോക്ക്. അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചോളാം. ആശുപത്രിയിൽ എലി കിടക്കുന്ന സ്ഥലമല്ലല്ലോ, ആൾക്കാർ കിടക്കുന്ന സ്ഥലമല്ലേ. സാധനങ്ങൾ അങ്ങോട്ട് കേട്ടിട്ടുണ്ട്. എന്റെ വിരലെണ്ണ നോക്കട്ടെ. ഉണ്ണിയേട്ടാ ഒരു പരാതി ഇല്ല എന്റെ കറക്റ്റ് ഉണ്ട്, 10 ഉണ്ട്. അതെ ഈ ഒരു പേപ്പറിൽ ഒന്ന് എഴുതിയ ചങ്ങായി ഒന്ന് എഴുതി. എഴുതാറില്ല. സിസ്റ്റർ പറയൂ. എങ്ങനെ 21-ലോ? ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. സതീശില 21-ാമത്തെ വാർഡിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് താനത് ക്ലിയർ ചെയ്തില്ല. എന്റെ പൊന്ന് സാറേ, ഇത് ആരെങ്കിലും വിളിച്ചങ്ങ് ചെയ്യിപ്പിച്ചാ പോരെ? അതങ്ങനെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കും? കഴിഞ്ഞ പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്തപ്പോൾ തന്റെ വേണ്ടപ്പെട്ട ആരോ അല്ലേ അത് വർക്ക് എടുത്ത് ചെയ്തത്? അതെ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടായില്ല. 6 മാസം പോലും ആയില്ല, വീണ്ടും ചോരാൻ തുടങ്ങിയത്. മഴ പെയ്താ ചോരൂല്ലേ? അപ്പൊ അതാണ് പ്രശ്നം. മഴ പെയ്താ ചോരും. സാറ് സൂപ്രണ്ടല്ലേ, സാറെ വിളിച്ച് പറ. എന്തോ ആരെങ്കിലും വിളിച്ചത് നന്നാക്കാൻ പറ സാറേ. ഞാൻ ആരാന്ന് പറഞ്ഞു? സൂപ്രണ്ട്. അത് തനിക്ക് ബോധമുണ്ടല്ലോ. ചില സമയത്ത് തന്റെ സംസാരമൊക്കെ കേട്ടാൽ താൻ സൂപ്രണ്ട്, ഞാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടാണെന്ന് തോന്നുമല്ലോ. എൻട്രൻസ് എക്സാമിലെ 10 റാങ്ക് തനിക്ക് എന്നെക്കാളും മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്രണ്ട് അല്ലാതെ ഒന്നും ആവില്ല കേട്ടോ. അത് സാറ് നല്ല ബോധ്യമുണ്ടല്ലോ. തനിക്ക് ആ ബോധം ഉണ്ടായാൽ മതി. ബുദ്ധി വേണം തലയ്ക്കകത്ത്, ബുദ്ധി. എന്നാലേ സൂപ്രണ്ടാവാൻ പറ്റൂ. അല്ല അതിന്റെ അസൂയൊന്നും വെച്ചിട്ട് ചുരുക്ക് തീർക്കരുത്. പൈസ ഉണ്ടെങ്കിൽ ഏത് കോമാളിക്കും സൂപ്രണ്ടാവാം. ഒന്നുമില്ല. നമസ്കാരം. നമസ്കാരം. എന്താ
ഒരു പരാതി ഉണ്ട്. ആ പരാതിയൊക്കെ അങ്ങോട്ട് പരാതിയല്ലേ? അത് ഡെപ്യൂട്ടി സൂപ്രണ്ടല്ലേ കൊടുക്കണ്ടേ? സൂപ്രണ്ടിന്റെ അടുത്താണ് പരാതി പറയേണ്ടത്, അവിടെ പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ആരെങ്കിലും ഒരാൾ ഇതൊന്ന് കേൾക്കുക വാങ്ങുന്നത് സൂപ്രണ്ടിന് ഇപ്പൊ തന്നെ ഒരുപാട് ഭാരിച്ച ജോലികളുണ്ട്. എന്താണ് പ്രശ്നം? എന്റെ അച്ഛന്റെ വിരല് കടിച്ചെടുത്തു സാറേ. എന്ത് പണിയാണോ കാണിച്ചത്? ഞാനില്ല. നോക്കണേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക, എലി കടിച്ചതാണ്. എലിയോ? എന്തെങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എലിയില്ലേ, നോച്ചക്കം പോലത്തെ അങ്ങനത്തെ എലി. ഈ ആശുപത്രിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ എന്താ നുണ പറയുകയാണോ? അയ്യോ നുണയല്ല സാറേ, ഞങ്ങളുടെ 17-ാം വാർഡിൽ എലിയുണ്ട്. ഞങ്ങളുടെ സേഫിന്റെ ഉള്ളിൽ നിന്ന് അത് ഇറങ്ങി ഓടിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങൾ ആ സാറിനെ നോക്ക്. എന്താണ്? ആ സാറിനെ മോത്തേക്ക് നോക്ക്. നിങ്ങൾ അറിയോ? അത് മന്മഥ സാറ് എന്നെക്കാട്ടിലും 10 റാങ്ക് പിന്നിലായിട്ടും ഇവിടുത്തെ സൂപ്രണ്ടായി. ആ സാറ് സൂപ്രണ്ടായിട്ടുള്ള ഈ ആശുപത്രിയിൽ എലി വരില്ല, എലിയെ കാണാനേ തരവില്ല. മൂപ്പരെന്താ പൂച്ചേ? പൂച്ചയല്ല, പുലി. നിങ്ങളിപ്പോ ഇതിനൊരു തീരുമാനം എടുക്കണ്ടേ സാറന്മാരെ? സാർ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ആവണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ടോദര സിസ്റ്ററിനെ സുഗതൻ സാറിനെ വിളിച്ച് ചോദിക്കും. അവര് കണ്ടതാ. അവര് കണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞങ്ങളും കണ്ടു, അവരും കണ്ടു. വിളിച്ചു ചോദിച്ചോക്കെ സാർ. സുഗതനെ വിളിച്ചു ചോദിച്ചു. സുഗത, അതെ ഈ 17-ാം വാർഡിൽ എലി ഉണ്ടെന്ന് പറയുന്നവര് എലി ഉണ്ടോ? എലിയാണെന്ന് ഉറപ്പില്ല സാർ. പിന്നെ എന്താ പിന്നെ നിങ്ങളെ എലിയിലെ കണ്ടല്ലേ? കണ്ടില്ല, ഉറപ്പില്ലെന്ന് പറഞ്ഞു. അല്ല, ഇവര് ബഹളം വെച്ചപ്പോ ഞാൻ നോക്കുമ്പോ ഒരു വാല് ഞാൻ കണ്ടു സാറേ. ആ എലിയുടെ വാല് അരണയുടെ ആണോ ഓന്തിന്റെ ആണോ എന്നറിയില്ല. പാമ്പിന്റെ വാല് പോലെ ഇങ്ങനെ ഇഴഞ്ഞ എലിയാന്ന് തോന്നുന്നു. ഇഴഞ്ഞു പോണത് എന്തായാലും എലിയല്ല. എന്താ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ എലി പറഞ്ഞിട്ട് 4 ചാട്ടം ചാടിയത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. അല്ല, നിങ്ങൾ എലി പറഞ്ഞ് ചാടിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു വാല് മാത്രമേ കണ്ടുള്ളൂ. ഇത് എലിയല്ല, ഓന്താ. ഒരു കാര്യം ചെയ്യ് സുഗത, 17 വാർഡിലുള്ള എല്ലാവർക്കും കൈയുറയും കാലുറയും കൊടുത്തേക്ക്. ശരി സുഗത, ഈ കയ്യോറയും കാലം ധരിച്ചിട്ട് എന്താ കാര്യം? അല്ല, അപ്പൊ കാലിൽ അപ്പൊ എലി കടിക്കില്ലോ. എടാ, മൂക്കിനാ കടിച്ചെന്ന് എന്ത് ചെയ്യും? മൂക്കിൽ കടിക്കാൻ മുഖം മൂടി ഇടും. അപ്പൊ ചെവിക്ക് കടിച്ചാലോ? ഹെൽമെറ്റ് വെക്കും. ഈ വരുന്ന രോഗികളോടൊക്കെ ഹെൽമെറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം. വേണ്ടി വന്നാൽ അതും പറയും. എന്റെ സാറുമാരെ ഇതിപ്പോ എവിടെ വെച്ചാ കളിക്കട്ടെ. നിങ്ങൾ ഈ കുട്ടറെ കാര്യത്തിലൊരു തീരുമാനം എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എലിയെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യാം. അത് ചെയ്താൽ മതിയല്ലോ. അത് ചെയ്യേ. എന്തോ മണ്ടത്തരം ഒപ്പിക്കാൻ പോവാ. ഹലോ, സ്റ്റോർ മാനേജർ അല്ലേ? ഞാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടാ, സത്യശീലൻ. നമുക്ക് 2 എലിമഞ്ച വാങ്ങിക്കണം. എലിമഞ്ച? എലിക്കണി, എലിയെ പിടിക്കാനുള്ള കണി. എലി വില്ല്. എന്റെ പൊന്ന് സാറേ മിണ്ടാണ്ടിരിക്കും. എലിക്കണി 2 വാങ്ങിച്ചോ. അതെ, 2 വാങ്ങിക്കഴിഞ്ഞു. ഒന്ന് നമുക്ക് എൻട്രൻസിനും വെക്കാം, ഒന്ന് നമുക്ക് വാർഡിനും കൊടുക്കാം. ശരി, എലിക്കണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എലി വരില്ല. സാറേ, നിങ്ങൾ എലിനെ പിടിക്കോ പിടിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്തോ? എന്റെ അച്ഛന്റെ വിരല് നഷ്ടപ്പെട്ടു, അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുമോ? അതെ, ഇതിപ്പോ നമുക്ക് ആദ്യം എലിയാണോ എന്താണെന്നുള്ളത് ഒന്ന് സ്ഥിരീകരിക്കണം. എലിയാണ് സാറേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കൂടെ അത് ഉറപ്പാവണമല്ലോ. അപ്പോൾ എലിയാണ് കടിച്ചതെങ്കിൽ ഞാൻ മേളിലേക്ക് എഴുതി അയച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കാം. എലി കടിച്ചതിന് നഷ്ടപരിഹാരം കിട്ടൂല സാറേ. സാർ എന്തിനാണ് വെറുതെ ഈ പാവകളെ പറ്റിക്കാൻ നിൽക്കുന്നത്? എന്ത് താൻ പറയട്ടെ, സൂപ്രണ്ടായി എനിക്കറിയാം അതിന് നഷ്ടപരിഹാരം കിട്ടാൻ വകുപ്പുണ്ട്. അല്ല, കിട്ടൊക്കെ വാങ്ങിച്ചോ. കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും. എന്നാ പിന്നെ അത് കൊടുക്കുക സാർ, അവര് പോക്കോട്ട്. സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാം. അതെ, നിങ്ങൾ തൽക്കാലം പോകും. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ കേട്ടാ. കേട്ടോ, പരാതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കായി ഒരു പൂജ ചെറുപ്പം മുതലുള്ള പൂജ അതിനായ കാരണം ചെയ്തു സാറേ ഈ എലിക്കണിയിൽ എലി കുടുങ്ങിയിട്ടെങ്കിൽ നമ്മൾ തെറ്റുകാരാവുക. ഉറപ്പാവട്ടോ ആവുമല്ലേ? അങ്ങനെ ആയാലും അല്ല സാറേ, നമ്മൾ കംപ്ലൈന്റ് വരില്ലല്ലോ. ഒരു കാര്യം ചെയ്തോ, ഇപ്പൊ കംപ്ലൈന്റ് നിൽക്കണ്ട. ഇപ്പൊ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാനത് ഉണ്ടായിനി, ഞാൻ പോയിക്കോളാം. കാണിച്ച ഭയങ്കര മണ്ടത്തരമാണ്. എന്താണ് വിട്ടത്? ഒരു പാമ്പാട്ടി ഒരു മകുടിയും കൂടെ വിളിച്ച് കട്ടലിലടി. അതെന്തിനാ? പാമ്പാണെങ്കിലോ ചിലപ്പോ. പാമ്പാണെങ്കിൽ എഴഞ്ഞ് വന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിക്കോളും. എലിക്കണിയിലോ പാമ്പ് കയറും അല്ലേ? അപ്പൊ അതിന്റെ വാതിലും കടയും. ചുമ്മാ അല്ല, താ ഇപ്പോഴും ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടിരിക്കണം. എനിക്ക് ഇങ്ങനെ ഇരുന്നാ മതി. മണ്ടൻ സാർ, അപ്പൊ എലിക്കണി ഇപ്പൊ ഒരു എലിക്കണി വരും. അപ്പൊ ഞാൻ തേങ്ങ കൊത്തോ അല്ലെങ്കിൽ ഉണക്കമീൻ എന്തെങ്കിലും കിട്ടും. ഒന്ന് വാർഡിലും വെച്ചോ, ഒന്ന് മറ്റേ പിന്നെ എൻട്രൻസിൽ വെക്കും. രോഗികൾ കിടക്കുന്നിടത്ത് ഈ സാധനം കൊണ്ട് വെക്കണത് വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്ത് ഭവിഷ്യത്തെന്ന് അത് അനുഭവിക്കുമ്പോൾ പഠിക്കും താൻ. മറിമായം